നമസ്കാരം. നിങ്ങൾ എത്ര പേര് ഈശ്വരവിശ്വാസികളാണ്? അല്ലെങ്കിൽ എത്ര പേര് നിരീശ്വരവാദികളാണ്? ഭയം കൂടുമ്പോഴാണ് മനുഷ്യന് ഭക്തി കൂടുന്നതെന്ന് ആരോ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ദൈവമില്ല ദൈവമില്ല എന്ന് സാക്ഷാൽ ദൈവം തന്നെ നമ്മുടെ മുമ്പ് എന്ന് പറഞ്ഞാലും പറ്റത്തില്ല. ദൈവം ഉണ്ട് എന്ന് പറയാനാണ് എനിക്കും ഇഷ്ടം. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്ങിലൂടെ ഭൂമി ഉണ്ടായെന്നും സോളാർ നെബുല പ്രോസസ് വഴി 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സോളാർ സിസ്റ്റം ഉണ്ടായെന്നും ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് കടലിന്റെ അടിയിൽ ആദ്യത്തെ ജീവൻ ഉണ്ടായെന്നും ഒക്കെ നമ്മുടെ തലച്ചോറിനറിയാം. എങ്കിലും എന്തെന്നറിയാത്ത ഒരു വേദന വയറ്റിൽ വന്നാലോ, തലയിൽ വന്നാലോ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഒരു കല്ലേ കയറിയാലോ, ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിൽ ചെറിയ ഒരു പ്രശ്നം വന്നാലോ, എവിടെയെങ്കിലും യാത്ര പോകുമ്പം വയറൊന്ന് വിശന്നാലോ, വിശന്നിട്ട് കൂറ കുത്തിയാലോ എല്ലാം നമ്മൾ അറിയാതെ കർത്താവിനെ വിളിക്കും. ഒരു സയന്റിഫിക് സൊല്യൂഷനേക്കാൾ കൂടുതൽ ഇന്ന് ആളുകൾ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. വാട്സപ്പ് ഹാങ് ആയാൽ മെറ്റയ്ക്ക് മെയിലേക്കും അല്ല നമ്മൾ ചെയ്യുന്നത്, അറിയാതെ പടച്ചോനെ വിളിക്കുവാണ്, അല്ലേ? കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന്റെ ജോലി നമ്മൾ പലപ്പോഴും കർത്താവിന് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിശന്നാൽ, ട്രാഫിക് ജാമിൽ പെട്ടാൽ, മൊബൈൽ ഹാങ് ആയാലും, ഇവൻ ഭാര്യ ഫോൺ എടുത്തുകൊണ്ട് പോയാൽ പോലും നമ്മൾ പടച്ചോനെ വിളിക്കും. സയൻസിന് നമ്മൾ ഇല്ലാത്ത ട്യൂഷൻ ഫീസ് ഉണ്ടാക്കി പഠിച്ചിട്ട് അതിന്റെ പരീക്ഷയ്ക്ക് പോലും പേന വെഞ്ചരിച്ചുകൊണ്ട് പോകുന്നവരാണ് നമ്മളിൽ പലരും. സന്തോഷ് ജോർജ് കുളങ്ങര ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഗൂഗിൾ അടച്ചുപൂട്ടിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ തൊഴിൽ നഷ്ടം ഈ നാട്ടിലെ ആരാധനാ ആലയങ്ങൾ അടച്ചുപൂട്ടിയാൽ ഉണ്ടാകുമത്രേ. ഡിവൈൻ ടൂറിസം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഭാവിയുടെ ഒരു ബിസിനസ് ആയിരിക്കും. പൊളിറ്റിക്സ് തൊട്ട് പോലീസിംഗ് വരെ ഇതിനോട് ചേർന്ന് നിൽക്കും. ഈശ്വരന്റെ പേര് പറഞ്ഞ് എലക്ഷൻ ജയിക്കുന്ന ഈ കാലത്ത് ബുധനാഴ്ച പള്ളിയിലും വ്യാഴാഴ്ച അമ്പലത്തിലും വെള്ളിയാഴ്ച മോസ്കിലും പോകുന്ന രാഷ്ട്രീയക്കാർ വരെയുണ്ട്. ദൈവങ്ങൾ പോലും വൈകിട്ട് വട്ടത്തിൽ കസേരയിട്ടിരുന്ന് ആലോചിക്കും, ശരിക്കും ഇവൻ ഏതാ, നമ്മുടെ ആള് തന്നെയാണോ? മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത എല്ലാ മാനിപ്പുലേറ്റഡ് മര്യാദകേടും കാണിച്ചിട്ട് മാലയിട്ട് മല ചവിട്ടിയാലോ, കൊന്തയിട്ട് കത്തനാരെ കണ്ടാലോ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമോ? എനിക്കറിയാമല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ കടവുൾ നമ്പിക്ക ഇച്ചിരിയൊക്കെ നല്ലതാണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം.